നമസ്കാരം. കഴിഞ്ഞ 10 ദിവസങ്ങളായി ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഓണറേറിയത്തിൽ വർധനയും വിരമിക്കൽ ആനുകൂല്യവും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരം നടക്കുകയാണ്. തുച്ഛമായ വർധനവ് മാത്രമാണ് അവർ ആവശ്യപ്പെടുന്നത്. ഗതാഗതം തടസ്സപ്പെടുത്തി സമരം നടത്തിയെന്നാരോപിച്ച് സംഘടനാ നേതാക്കളിൽ ചിലർക്ക് പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി സർക്കാർ കണ്ടമട്ട് കാണിച്ചിട്ടില്ല. പകരം പോലീസിനെ കൊണ്ട് സമരം നടത്തുന്നവരെ ഭയപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം വർദ്ധിപ്പിക്കാൻ ഇന്നലെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. 1000-ഓ 10,000-ഓ അല്ല, 1,60,000 രൂപയിലേറെയാണ് വർദ്ധിപ്പിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ ശമ്പള വർധന തീരുമാനിച്ചിരുന്നതാണെങ്കിലും ജനങ്ങളുടെ തിരിച്ചടി ഭയന്ന് ആ തീരുമാനം മാറ്റിവെച്ചു. PSC ചെയർമാന്റെ ശമ്പളം 2,24,000 രൂപയാണ്. ഇനി അത് 1,63,000 രൂപ വർദ്ധിച്ച് 3,87,000 രൂപയാകും. PSC അംഗങ്ങളുടെ ശമ്പളം 2,19,000 രൂപയായിരുന്നു. 1,61,000 രൂപ വർദ്ധിച്ച് ഇനി അത് 3,80,000 ആകും. ചെയർമാൻ അടക്കം 21 പേരാണ് PSCയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 20 പേരെയുള്ളൂ. ഒരാളുടെ തസ്തിക ഒഴിഞ്ഞു കിടക്കുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ ഭാര്യയും PSC അംഗമാണ്. നോക്കൂ, എന്തൊരു തെമ്മാടിത്തരമാണ് ഈ കാണിക്കുന്നതെന്ന്. ഇവിടെ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. പ്രതിസന്ധിയിലായതല്ല, ധൂർത്തടിച്ച് പ്രതിസന്ധിയിലാക്കിയതാണ്. മദ്യത്തിന് വില കൂട്ടി, കോടതി ചെലവുകൾ ഉൾപ്പെടെ സർക്കാർ സേവനങ്ങൾക്കെല്ലാം നിരക്ക് കൂട്ടി, കിട്ടാവുന്നിടത്തു നിന്നെല്ലാം കള്ളക്കടം വാങ്ങി. ഇപ്പോഴിതാ ടോളിന്റെ പേരിലും ജനങ്ങളുടെ കീശ കൊള്ളയടിക്കാൻ പോകുകയാണ് പിണറായി വിജയൻ സാറിന്റെ നമ്പർ 1 സർക്കാർ. 2016 ജനുവരി മുതൽ മുൻകാല പ്രാബല്യം വേണമെന്ന PSCയുടെ ആവശ്യം കൂടി അംഗീകരിച്ചാൽ കുടിശ്ശികയുള്ള 35 കോടി രൂപയിലധികം രൂപയും സർക്കാർ നൽകണം. അതായത് നമ്മൾ പൊതുജനങ്ങൾ നൽകണമെന്നർത്ഥം. ചെയർമാന്റെ പെൻഷൻ 1,15 ലക്ഷത്തിൽ നിന്ന് 2,50 ലക്ഷം രൂപയായി വർദ്ധിക്കും. അംഗങ്ങളുടെ പെൻഷൻ 1,20,000 നിന്ന് 2,15 ലക്ഷം രൂപയാകും. PSC ചെയർമാന് ജില്ലാ ജഡ്ജിമാരുടെ സൂപ്പർ ടൈം സ്കെയിലിലെ പരമാവധി തുകയ്ക്ക് തുല്യവും അംഗങ്ങൾക്ക് ജില്ലാ ജഡ്ജിമാരുടെ സെലക്ഷൻ ഗ്രേഡ് സ്കെയിലിലെ പരമാവധി തുകയ്ക്ക് തുല്യവുമായിരിക്കും പുതുക്കിയ ശമ്പളം. വ്യവസായ ട്രൈബ്യൂണലുകളിൽ പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ ശമ്പളവും അലവൻസുകളും സബോർഡിനേറ്റ് ജുഡീഷ്യറിലെ ജുഡീഷ്യൽ ഓഫീസർമാരുടേതിന് തുല്യമായിരിക്കും. ഈ ശമ്പള വർധനക്കുള്ള സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന് CPയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിൽ പോലും കുറ്റപ്പെടുത്തിയിട്ടും സർക്കാരിന് യാതൊരു കുലുക്കവുമില്ല. അല്ലെങ്കിൽ തന്നെ നാണം കെട്ടവന്റെ ആസനത്തിൽ ഒരാളുകളിർത്താൽ അതും ഒരു തണലെന്നാണല്ലോ പഴഞ്ചൊല്ല്. 6 വർഷമോ 62 വയസ്സ് വരെയോ ആണ് PSC അംഗത്തിന്റെ കാലാവധി. പ്രത്യേകിച്ച് യാതൊരു യോഗ്യതയുമില്ല. തലയ്ക്ക് സ്ഥിരബുദ്ധി ഉണ്ടായിരിക്കണം, രാഷ്ട്രീയക്കാരനായിരിക്കണം, അത്രമാത്രം. എഴുതാനും വായിക്കാനും പോലും അറിയണമെന്നില്ല. അങ്ങനെയുള്ള ഒരു വൈദ്യുതി മന്ത്രി മുമ്പ് നമുക്കുണ്ടായിരുന്നു, സഖാവ് MM മണി. പിന്നെയാണോ PSC അംഗം? ഇവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും ചില്ലറയല്ല. ലക്ഷങ്ങൾ ശമ്പളം, പെൻഷൻ, 1ാം ക്ലാസ് യാത്രപ്പടി, PA, ഡഫേദാർ, ഡ്രൈവർ, ആശ്രിതരടക്കം ചികിത്സാ ചെലവ്. ചെയർമാനാണെങ്കിൽ കാറും വീടും കൂടി കിട്ടും. എന്തൊരു നെറികേടാണെന്ന് നോക്കൂ. കേരളത്തെക്കാൾ കൂടുതൽ ജനസംഖ്യയുള്ള ഉത്തർപ്രദേശിൽ പോലും 8 PSC അംഗങ്ങളെ ഉള്ളൂ എന്നോർക്കണം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് PSC റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട പാവപ്പെട്ട കുറെ ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ 1.5 മാസത്തോളം സമരം ചെയ്തത്? കേരളത്തിൽ ലജ്ജിപ്പിച്ച, മനസാക്ഷിയുള്ളവരുടെ കരളലിയിച്ച ആ സമരം രാജ്യത്തൊട്ടാകെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. മുട്ടിലിഴഞ്ഞും പട്ടിണി കിടന്നും തലമുട്ടയടിച്ചും ശവപ്പെട്ടിയിൽ കിടന്നും കഴുത്തിൽ കുരുക്കിട്ടും പുല്ലു തിന്നുമൊക്കെ ആ പാവങ്ങൾ സമരം നടത്തി. പൊരിവെയിലത്തും പെരുമഴയത്തും സമരം നടത്തി. സമരം നടത്തുന്നവരുടെ കൂടി നികുതിപ്പണം കൊണ്ട് തിന്നു കൊഴുത്ത് മതിച്ചു ജീവിക്കുന്ന ഒറ്റ ഒരുത്തനും അത് കണ്ടതായി നടിച്ചില്ല. കള്ളുചെത്ത് തൊഴിലാളികൾക്കും കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കും അടക്കം ക്ഷേമനിധി പെൻഷൻ മുടങ്ങിയിട്ട് മാസങ്ങളായി. അവർക്ക് കൊടുക്കുന്ന പണം ഇവന്റെ ഒന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതല്ല. ആ പാവങ്ങൾ പണിയെടുത്തു ജീവിച്ച ആയ കാലത്ത് കിട്ടുന്ന കൂലിയിൽ നിന്ന് ക്ഷേമനിധി ബോർഡിലേക്ക് അടച്ചതാണ്. ജോലി ചെയ്യാൻ ആവതില്ലാതാകുമ്പോൾ മാസാമാസം ആരുടെയും മുമ്പിൽ കൈനീട്ടാതെ ഒരു ചായ കുടിക്കാനുള്ള പൈസയെങ്കിലും കിട്ടുമല്ലോ എന്നോർത്ത്. കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത കുടുംബത്തിൽ നിന്ന് തൊലിക്കട്ടി മാത്രം മുടക്കുമുതലാക്കി രാഷ്ട്രീയത്തിലിറങ്ങി പണിയെടുത്തു ജീവിക്കുന്നവന്റെ വിയർപ്പിന്റെ പങ്ക് പറ്റി ജീവിക്കുന്ന രാഷ്ട്രീയ നപുംസകങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകില്ല. മറ്റുള്ളവരെ ബാഹിച്ചു തിന്നാൻ മാത്രമേ അവന്മാർക്കറിയൂ. സർക്കാർ ജീവനക്കാർക്ക് 21% ക്ഷാമബത്ത കുടിശ്ശികയാണ്. ബജറ്റിൽ 3% പ്രഖ്യാപിച്ചെങ്കിലും 18% ബാക്കി കിടപ്പുണ്ട്. പ്രഖ്യാപിച്ചതേയുള്ളൂ, കൊടുത്തിട്ടില്ല. അനുവദിച്ച 2 ഗഡു ക്ഷാമബത്ത, 39 ഇനിയും കുടിശ്ശികയാണ്. ക്ഷേമ പെൻഷനിലും 7 മാസത്തെ കുടിശ്ശികയുണ്ട്. സ്കൂളുകളിലെ പാചക തൊഴിലാളികൾക്കും സ്പോർട്സ് കൗൺസിൽ പരിശീലകർക്കും വേതനം കിട്ടിയിട്ട് മാസം 3 കരാറുകാർക്ക് നൽകാനുള്ളത് 10,000 കോടിയിലധികം രൂപയാണ്. വിവിധ വകുപ്പുകളുടെ പദ്ധതി വിഹിതം 50% വെട്ടിക്കുറച്ചത്. ബില്ലടയ്ക്കാത്തതിനാൽ ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയൻ സാറിന്റെ ഓഫീസിന്റെ തൊട്ടു പിന്നിലുള്ള
കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലെ ടെലിഫോൺ കട്ട് ചെയ്തിരിക്കുകയാണ്. അതാണിപ്പോൾ കേരളത്തിന്റെ അവസ്ഥ. പൊരിവെയിലത്ത് ചോര നീരാക്കി പണിയെടുക്കുന്ന അരപ്പട്ടിണിക്കാരന്റെയും മുഴുപ്പട്ടിണിക്കാരന്റെയും കയ്യിൽ നിന്ന് പലവിധ നികുതികളായും പിഴകളായും പിടിച്ചു പറിക്കുന്ന പണം വെറും ഉളുപ്പില്ലാത്ത രാഷ്ട്രീയ പണി കൊണ്ട് നേടിയെടുത്ത സ്ഥാനമാനങ്ങൾക്കുള്ള ശമ്പളമായി പിടിച്ചു പറിക്കുമ്പോൾ ഓർക്കണം, ഈ പാവങ്ങൾ അറിഞ്ഞൊന്ന് പ്രാകിയാൽ നിന്റെയൊക്കെ തൊണ്ട പുഴുത്തുപോകും. കേരളത്തിലെ പ്രതികരണശേഷി ഇല്ലാത്ത ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ എന്ന ആശ്വാസത്തോടെ വീണ്ടും കാണാം. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.